നമസ്കാരം. സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തായാലും രക്ഷയില്ല, നേരം വെളുത്തുള്ള ചൂട് അപാരം, ഒരു രക്ഷയില്ല. ഇന്നലെയാണെങ്കിൽ വെളുക്കുന്നവരെ കോളാണ്, ഓടി ഒരു പരുവായി. എന്തായാലും ഇന്ന് സ്നേക്ക് മാസ്റ്റർ ടീമിൻ്റെ ആദ്യത്തെ യാത്രയിൽ ആദ്യത്തെ അതിഥിയെ തേടി എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കോരാണിയിൽ നിന്ന് ചിറയൻകീഴേക്ക് പോകുമ്പോൾ പുകയിലത്തോപ്പ് എന്ന് പറഞ്ഞ ജംഗ്ഷൻ അടുത്തൊരു പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ വീട്ടിൽ അധികം നമ്മളുണ്ട്. ആ വീടിൻ്റെ മുന്നിൽ നല്ല നീറ്റായിട്ട് കിടക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഒരു ചെറിയ അതിഥി, അതൊരു കുഞ്ഞനൊരു അതിഥി ഇങ്ങനെ എഴഞ്ഞു വന്ന് കുറച്ച് തേങ്ങ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിനിടയിൽ കയറി ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. വേറെ എങ്ങും പോയിട്ടില്ല എന്ന് പറഞ്ഞു. അവിടെ ആ സമയം തൊട്ട് ആൾ നിൽപ്പുണ്ട്. നമസ്കാരം. സുഖമായിരിക്കുന്നല്ലോ. എന്താണ് പേര്? മനു. ഇതെവിടെ കണ്ടെന്ന് പറഞ്ഞാൽ? ഇവിടെ ഈ ചോറിലായിട്ടാണ് ഇവിടെയാ കണ്ടേ. പിന്നെ അവിടെ നിന്ന് മറ്റേ ഗാർഡന്റെ അങ്ങോട്ട് കയറി പോയി. പിന്നെ അവിടെ നിന്ന് കറങ്ങി നേരെ തേങ്ങ. ഇവിടെ പോയിട്ടില്ല. ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നമ്മൾ രണ്ട് സൈഡിലാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞത് ഇവിടെ കണ്ടു, ഇഴഞ്ഞു വന്ന് ഇവിടെ കയറുന്നത്. പക്ഷേ അതിൽ നമുക്ക് വിശ്വസിക്കാം. എന്താണ്ടോ എഴഞ്ഞപാട് കണ്ടോ, അണലിയുടെ എഴഞ്ഞപാട് കണ്ടോ, എഴഞ്ഞപാട് ഇങ്ങനെ എഴഞ്ഞു വന്ന് കയറിയ പാട് കണ്ടോ. എന്ത് നമുക്ക് ഏത് പാമ്പ് നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ എപ്പോഴും കാണിക്കുന്നൊരു കാരണം പാമ്പ് എഴഞ്ഞു കയറിയ പാടുകൾ. ഇപ്പോൾ നമുക്ക് ഇവിടെ കയറി നമുക്ക് കാണാൻ പറ്റി, പൊടിയിൽ പാടുണ്ടാവും. നമ്മുടെ പ്രോഗ്രാമിലൂടെ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ പാമ്പ് എഴഞ്ഞു പോകണതൊക്കെ നമ്മൾ എടുത്തുകൊണ്ടാണ് നമുക്ക് ഉത്തര എന്ന് പറഞ്ഞാൽ ആ മോളെ കൊന്ന സമയത്ത് അല്ലെങ്കിൽ കൊല നടന്ന സമയത്ത് നമുക്ക് തെളിവ് ശേഖരിച്ച് നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ പറ്റും. നമ്മൾ പാമ്പിനെ മാത്രമല്ല എടുക്കാൻ പറ്റും. ചെല്ലുമ്പോൾ അത് എവിടെ നിന്ന് എഴഞ്ഞു വന്നുള്ള പാട് നോക്കി പൊടിയിലൊക്കെ എഴയാൻ പറ്റുന്ന സാഹചര്യമാണോ, ജനലിലേക്ക് മേളിലോട്ട് കയറാൻ പറ്റുമോ, ഇതിൽ കയറി എങ്ങനെ അറിയാൻ പറ്റും, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ആ എപ്പിസോഡ് നമ്മൾ കോടതിയിൽ ഹാജരാക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന് നല്ല ഡബിൾ ജീവനും നമുക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത്. അപ്പോൾ ഇതെന്തായാലും ഇവിടെ പോയിട്ടില്ല എന്ന് പറഞ്ഞാൽ അണലിയിൽ ആണെന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ ഇപ്പോൾ എഴഞ്ഞ പാട് കണ്ടിട്ടും കട്ടിയുള്ള അധികം പതിഞ്ഞ് പോകുന്ന, അതായത് ഇങ്ങനെ അടിച്ചു പോകാത്ത ഏതോ അതിഥിയുടെ അഴിച്ചിൽ പാടാണ് ഈ കിടങ്ങാം. അടിപൊളി. നമുക്ക് അധികം പണിയൊന്നുമില്ല, ഇവിടെ തന്നെ ഉണ്ട്. അവർ പറഞ്ഞതുപോലെ തന്നെ അണലിയാണ്. പുള്ളിക്കാരൻ പറഞ്ഞില്ല, പുള്ളിക്ക് എന്തായാലും പാമ്പിനെ കുറിച്ച് അറിയാം. ഒരു പടമൊക്കെ പൊഴിച്ച് സൗന്ദര്യം വർദ്ധിപ്പിച്ച ഒരു അണലി. എന്തോ ഒരു വയ്യായിക എനിക്ക് തോന്നുന്നതാ. സൂപ്പർ, കുഴപ്പമില്ല. ഇത്രയും ദൂരത്തിൽ നമുക്ക് പെട്ടെന്ന് അറിയാലോ അണലിയുടെ ഒരു പ്രത്യേകത, പെട്ടെന്ന് കടിക്കുക. നമ്മൾ പെട്ടെന്ന് നിമിഷ നേരം കൊണ്ട് കടിക്കാന്നുണ്ട്. അദ്ദേഹം ഒരു വയ്യായികയുണ്ട് ആശാൻ, എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ കൈ കൊണ്ട് ഇങ്ങനെ എടുക്കണമെന്ന് നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ എപ്പോഴാണ് പിടി വിടുന്നതെന്നൊരു പിടിയില്ല. കാരണം വെച്ചാൽ ഇവൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ എത്രയോ പ്രാവശ്യം നമ്മുടെ കടികൾ ജസ്റ്റ് മിസ്സായ കടികൾ നമ്മൾ കാട്ടിയിട്ടുണ്ടായിരുന്നു. ആടിപ്പൊളി. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അത് ഇത്രയും അധികം വാല് നന്നായിട്ട് ചുരുട്ടുന്നുണ്ട്. അത് വേറെ ഒന്നിനു വേണ്ടിയല്ല, കടിക്കാനാണ്. തീരെ ചെറുതല്ല. ഇത് ഏകദേശം ഒരു മീറ്ററിനടുത്ത്, എനിക്ക് തോന്നുന്നു ഏകദേശം 1 മീറ്ററിനടുത്ത് നീളമുള്ള അതിഥി. എൻ്റെ അമ്മ ഇതിനകത്ത് വേറൊരു സൗണ്ട് കേൾക്കുന്നു. ഗ്യാസ് ലീക്കൊന്നുമല്ലല്ലോ അല്ലേ? ഇല്ല, ഒരു സൗണ്ട് ഞാൻ ചുമ്മാ പറഞ്ഞത് ഗ്യാസിൻ്റെ സൗണ്ട് വരെ വന്നു. അടിപൊളി. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, ഒരു ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 3 വയസ്സോളം പ്രായം വരുന്ന ഒരു അണലിയാണ് അദ്ദേഹം. എന്താ എനിക്ക് തോന്നുന്നത് വെള്ളത്തിൻ്റെ ഫീമെയിലാണ്. നോക്കില്ല, ഫീമെയിലിൻ്റെ പ്രത്യേകം നമ്മൾ തല ചെറുത്, ചുണ്ട് കൂർത്തിരിക്കുന്നു. അത് മാത്രമല്ല ഈ പാറ്റേൺ, അതിലുപരി വാല് ഇങ്ങനെ നിവർന്നിരിക്കുന്നു. കണ്ടല്ലോ, ചേനത്തണ്ട്. അതെന്താ അതിൻ്റെ ഇടയ്ക്ക് തലയിട്ട് പോകാൻ പെട്ടെന്ന് പേടിച്ച് വരുന്നുണ്ടല്ലോ. ഈ ഇരിക്കുന്നതാണ് അപകടം. ഇങ്ങനെ ഇരിക്കുന്നതാണ് പെട്ടെന്ന് കടിക്കാൻ വേണ്ടി. ഇങ്ങനെ ഇരിക്കും, പെട്ടെന്ന് ചാടി നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഈ മുട്ടി പിടിക്കാൻ പറ്റും ഈസി ആയിട്ട്. നമുക്ക് 1 അടി 1.5 അടി അകലമേ ഉള്ളൂ, അല്ലെങ്കിൽ 1.5 അടി അകലം വരും ഡിസ്റ്റൻസ്. അപ്പോൾ അവിടെ നിന്ന് ഈസി ആയിട്ട് ഈ മുട്ടി പിടിക്കാൻ പറ്റും, ഇവിടെ പിടിക്കാൻ പറ്റും, ഈ കയ്യിൽ ഇവിടെ പിടിക്കാൻ പറ്റും. ഇവിടെ ഉണ്ടോ, അതാ പതിയുന്നുണ്ടോ. ഇനി അദ്ദേഹത്തിൻ്റെ ഒറ്റ കടി, അതുകൊണ്ട് പെട്ടെന്നാണ്ട റിവേഴ്സ് വലിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവസാനം പെട്ടെന്ന് കുതിക്കുക എന്നുള്ളതാണ്. അടിപൊളി. അതിന് എനിക്കൊരു സൗണ്ട് കേട്ടപ്പോൾ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു.
ചീറ്റ. അപ്പോൾ ഞാൻ വിചാരിച്ച അണലിയുടെ കുഞ്ഞായിരിക്കും. നല്ല ഇതാ ഒരു ചെറിയ പാമ്പിൻ്റെ കുഞ്ഞ്. ഇതാ അടിപൊളി, സൂപ്പർ. ചെറിയ മൂർഖൻ്റെ കുഞ്ഞ്. അതെനിക്കൊരു സംശയം വെച്ചാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇദ്ദേഹം പെട്ടെന്ന് തിരിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ചീറ്റുന്ന സൗണ്ട് ഞാൻ കേട്ടു. അപ്പോൾ ഇതാണെന്ന് എനിക്ക് ചെറിയ സൗണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ ഈ ചെരുപ്പ് നമ്മൾ തറയിൽ പതിച്ച് നടക്കുമ്പോൾ ഉണ്ടാകുന്ന സൗണ്ട് പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഇനി അതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അല്ല. ഇതാ നോക്കൂ, നല്ല കടി. ഇതുണ്ട്, അത് ഗ്യാസ് വിട്ട് അടി. ജനിച്ചിട്ട് ഒരു 8-9 ദിവസം മാത്രം പ്രായം വരുന്നൊരു അതിഥിയാണ് ഇതിനകത്ത് കണ്ടത്. ചെറുതെനിക്ക് പോകുന്നില്ലല്ലോ. ആ ഓക്കെ. ഇപ്പോഴും നമ്മൾ ഗ്യാസ് കുറ്റി കൊണ്ടുവരുമ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മുടെ എപ്പിസോഡിൽ നമ്മൾ ഓരോ പ്രാവശ്യം കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ പിന്നെ നമ്മൾ ഇപ്പോൾ നമ്മൾ ഗ്യാസിന് ക്ഷാമം ഉണ്ടായിരുന്നുകൊണ്ട് പല കുറ്റികൾ പല ഗോഡൗണിൻ്റെയും പുറത്തൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ആറ്റിൻ്റെ തീരത്തിലൊക്കെ. ഇപ്പോൾ ഞാൻ 2-3 ഗോഡൗൺ അടുത്ത് പാമ്പിനെ പിടിക്കാൻ പോയ സമയത്തെല്ലാം ആറ്റിൻ്റെ തീരത്തൊക്കെയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത്. നമ്മൾ കണ്ണമൂല തോടായിരുന്നാലും അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്തൊക്കെ ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇതിനകത്ത് കയറി ഇരിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കത്തില്ല. നമ്മുടെ എപ്പിസോഡിൽ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അണലി ഇങ്ങനെ ഇരുന്ന് വന്നു, ഗ്യാസ് കുറ്റി കൊണ്ട് വെച്ചിട്ട് പോയപ്പോൾ അണലി അടുക്കളയ്ക്കകത്ത് ഇറങ്ങി ആ വീട്ടമ്മ കാലുകൊണ്ട് കിണ്ടി കടിച്ചു, അമ്മ മരിച്ചൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക. ഒന്നും വേണ്ട, അതങ്ങ് വന്ന് നമ്മൾ എടുക്കുമ്പോൾ നോക്കി എടുത്താൽ മതി. രണ്ടുപേരും ഒരു അത്ഭുതം എന്താണെന്ന് അറിയാമോ? നമുക്ക് സാധാരണ ഒരു വലിയ അണലി മൂർഖനായിരുന്നെങ്കിൽ ഇതിനെ ഇപ്പോൾ പിടിച്ചേനെ, ഇതിനെയിപ്പോൾ കഴിച്ചേനെ. കാരണം വെച്ചാൽ വലിയ മൂർഖൻ അണലിയെ പിടിക്കും. ഇതിപ്പോൾ കുഞ്ഞൻ, ഒരു 10 ദിവസം കഷ്ടി 10 ദിവസം മാത്രം പ്രായം വരുന്നൊരു കുഞ്ഞൻ. സൂപ്പർ, രക്ഷയില്ല വെച്ചാൽ ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് യാത്ര ചെയ്യുന്നതിൻ്റെ പ്രത്യേകത, ഒരുപാട് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാവുള്ളൂ, ഒരുപാട് വ്യത്യസ്തമായ പാഠങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി സ്നേക് മാസ്റ്ററിൻ്റെ യാത്ര അറിയാലോ, 1200 എപ്പിസോഡ് പിന്നിടുന്ന യാത്രയാണ് നമ്മുടെ യാത്ര. ഇതാണ് നമ്മുടെ ഹൈന്ദവർ ആരാധിക്കുന്ന നാഗം, സർപ്പം എന്നൊക്കെ പറഞ്ഞ അതേ രീതിയാണ് ഈ ഇരിക്കുന്നത്. കണ്ടോ, ഒരു പ്രത്യേക മൂർഖൻ്റെ തന്നെ മുട്ട വിരിയുമ്പോൾ തന്നെ പലർക്കുള്ള സംബന്ധിച്ച് മുട്ട വിരിയുമ്പോൾ തന്നെ പത്തി ഉണ്ടാകും. മുട്ടയിൽ നിന്ന് വരുമ്പോൾ തന്നെ ആ പത്തി ഇങ്ങനെ മുട്ടയും തല പുറത്തിടുമ്പോൾ തന്നെ പത്തി ഇങ്ങനെ വിടർന്ന് വരും. ഈ മൂർഖനദി അടിച്ചുകൊണ്ട് മരണം സംഭവിക്കണമെന്നില്ല, പക്ഷേ ഷൂവിനകത്ത്, അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടത്തിനകത്ത്, അതുപോലെ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ചില ആൾക്കാർ ചെടിയിലൊക്കെ കൊണ്ട് വിരിക്കാൻ അതിനെ എടുത്തുകൊണ്ട് മടക്കി വെക്കൊണ്ട് പോകുമ്പോഴത്തേക്ക് പത്രം രാവിലെ മുറ്റത്ത് ഇങ്ങനെ മടങ്ങി കിടക്കുമ്പോൾ മടക്കോടെ എടുത്തുകൊണ്ട് പോയാൽ അതിനകത്തൊക്കെ ഇരുന്ന് വരാണ്ട് ഈ അതിഥികൾക്ക് വന്ന് വരാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് സൂക്ഷിക്കണം. ഇത് അണലിയാണ്, അറിയാലോ, അണലിയുടെ കടി കിട്ടിയുള്ള അവസ്ഥയല്ല. നമുക്ക് നമ്മുടെ വൃക്കകൾ തകരാറിലായി, അതുപോലെ തന്നെ നമുക്ക് മൂത്രതടസ്സം ഉണ്ടായി, നമുക്ക് കിഡ്നിയൊക്കെ രക്ഷപ്പെട്ട് വന്നാൽ തന്നെ ജീവിതകാലം മൊത്തം ചിലപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റിലായിരിക്കും. ആ ശങ്കുരം കടിച്ചിട്ടും ശാർക്കര ക്ഷേത്രത്തിനടുത്തൊരു ക്യാമറമാൻ പെരുങ്കുഴി ഒരു ചെറുപ്പക്കാരൻ കടി കിട്ടിയിട്ട് 10 പക്ഷേ ഇന്നും അദ്ദേഹത്തിന് ഒരു മെമ്മറി കുറഞ്ഞിട്ട്, അദ്ദേഹം നമ്മുടെ ഓട്ടിസം ബാധിച്ച മക്കളെപ്പോലെ ഒരു നല്ല ബുദ്ധിയുള്ള എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അദ്ദേഹത്തിന് കടി കിട്ടി, ആ ശങ്കുവിൻ്റെ കടി കിട്ടി, അദ്ദേഹം ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നപ്പോൾ പകുതി ഓർമ്മയില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം ഇന്നും ജീവിക്കുന്നു. നമ്മുടെ ഇതിൻ്റെ തൊട്ടടുത്താണ്, ഒരു 5 കിലോമീറ്റർ പോലും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ എനിക്ക് പാഠങ്ങളായിട്ട് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓരോ പ്രാവശ്യം ശ്രദ്ധിക്കണം എന്ന് പറയും. ഇത് കുഞ്ഞുമൂർഖിന് അതിഥിയാണ് അണലി. ഇത് ഫീമെയിൽ, നോക്കിയുള്ളൂ, പെണ്ണതിഥിയാണ്. വയറ് കണ്ട പറഞ്ഞിരിക്കുന്നുണ്ട്, പ്രസവിച്ച പെണ്ണതിഥിയാണ്. ഈ പ്രാവശ്യം പ്രസവിച്ച, പക്ഷേ ഇവിടെയാണെന്നൊന്നും എനിക്കറിയില്ല. കണ്ട പേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിനുള്ള ദേഷ്യം വന്നുണ്ട്. ഇത് കണ്ട വാലടിക്കുന്നുണ്ട് ദേഷ്യം. മറ്റത് മൂർഖൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്നുകൊണ്ടാണ് അദ്ദേഹം ആ വാലിട്ട് അടിക്കുന്നുണ്ട്. കേട്ടോ, ഭയങ്കര ദേഷ്യമാണ്. അറിയാലോ, നമുക്കിപ്പോൾ ഈ കുഞ്ഞ് മൂർഖനദിയുടെ കടി കിട്ടിയാലും അപകടം ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങളാരും കടി വാങ്ങണമെന്നല്ല ഞാൻ പറഞ്ഞത്. ജീവൻ അപകടം ഉണ്ടാവില്ല. പക്ഷേ ജനിച്ച ഉടനെയുള്ള അണലിയുടെ കടി, ഇതിപ്പോൾ മൂർഖനദിയാണ്, ജനിച്ച ഉടനെയുള്ള മണിക്കൂറുകൾ കഴിയുമ്പോൾ അണലിയുടെ കടിയേറ്റ് നമുക്ക് അവിടെ നീര് വെക്കും, കിഡ്നി ഫെയിലിയർ ഒക്കെ ചെയ്യും. അത് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. പക്ഷേ ഇതും ഹോസ്പിറ്റലിൽ പോകണം, ജീവൻ അപകടം ഉണ്ടാകുന്നില്ല.
പക്ഷേ അണലിയുടെ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവൻ നഷ്ടപ്പെടാം. അതുകൊണ്ട് ഒരു കാരണവശാലും അപകടം ഇല്ലെന്നല്ല പറയുന്നത്. ഇന്ന് കടിച്ച മരണം ഉണ്ടാവാൻ പോകുന്നില്ല. പെട്ടെന്ന് മരുന്ന് എടുത്താൽ മതി. മെഡിസിൻ ഹോസ്പിറ്റലിൽ പോകണം. അല്ല കുഞ്ഞല്ലേ ചെറുതല്ലേ കുഴപ്പമില്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത്. അറിയാലോ നമുക്ക് അണലിയുടെ കടിയേറ്റാൽ വളരെ കഷ്ടമാണ്. വളരെ എന്നുവെച്ചാൽ അവിടെ നീര് വെക്കുന്നു, വളരെ നീളമുള്ള പല്ലാണ്, ആഴത്തിൽ പോകുന്നു. അതുമാത്രമല്ല അവിടെയൊക്കെ നീര് വെച്ചിട്ട് നമ്മളവിടെ കീറേണ്ടി വരുന്നു. പിന്നെ അത് കഴിയുമ്പോൾ നമുക്ക് വയറ്റിന് വീക്കം ഉണ്ടാകുന്നു, നമുക്ക് മൂത്ര തടസ്സം അനുഭവപ്പെടുന്നു, നമ്മളെ കിഡ്നിയുടെ പ്രവർത്തനം അങ്ങ് നിലയ്ക്കുന്നു. അത് പ്രവർത്തനം നിലയ്ക്കുമ്പോൾ നമ്മുടെ ഈ ശരീരത്തിനുള്ള ഞരമ്പുകളിൽ ബ്ലഡ് പമ്പിങ് ഇല്ലാതെ എന്താ സംഭവിക്കും, അവിടെ നിന്ന് ബൾജാവും. ചെറിയ ഞരമ്പ് ബൾജ് അതങ്ങ് പൊട്ടും. ആ ബ്ലഡാണ് നമ്മുടെ ഈ രോമകൂപത്തിൽ കൂടെയും യൂറിനിൽ കൂടെയും ഈ പല്ലിൻ്റെ ഗ്യാപ്പിൽ കൂടെ നഖത്തിൻ്റെ ഗ്യാപ്പിൽ കൂടെയൊക്കെ പുറത്തേക്ക് വരുന്നത്. മൂർഖനടിയായിട്ട് നമുക്കറിയില്ല, നമുക്ക് ശ്വാസം എടുക്കാൻ നാഡീഞരമ്പുകൾ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല. ശ്വാസം എടുക്കാൻ പറ്റാതെ വരുമ്പോൾ നമുക്ക് കഫം ഉണ്ടാകുമ്പോൾ ആ കഫം വന്ന് ശ്വാസത്തിൽ അടഞ്ഞ് നമ്മുടെ ശ്വാസകോശം ചുരുങ്ങിയിട്ട് അവിടെ ആ ചുരുങ്ങുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ അറസ്റ്റ് ഉണ്ടാകും, നമുക്ക് മരണം സംഭവിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം എത്രയും പെട്ടെന്ന്. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ പരീക്ഷിക്കരുത്. എന്താ പറയുക, നാടൻ ചികിത്സാ രീതി വേണ്ടെന്നൊന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് നാടൻ ചികിത്സാ രീതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് നമുക്ക് മോഡേൺ മെഡിസിൻ മാറേണ്ട സമയമായി. കാരണം പാമ്പടിയുടെ എണ്ണം ഇപ്പം ഹംബിനോസൽ പിറ്റ് വഴി വൈപ്പർ അടിച്ചിട്ട് നാടൻ ചികിത്സ ചെയ്ത സമയത്ത് മരണം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ ലക്ഷ്മിക്കുട്ടിയമ്മ വിതിരിൽ കല്ലാറിൽ ലക്ഷ്മിക്കുട്ടിയമ്മ ഹംബിനോസലും മലബാറും ഒക്കെ കടിച്ചിട്ട് ഒരാളും അവിടെ മരണപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മോഡേൺ മെഡിസിൻ എടുക്കുമ്പോൾ മരണം സംഭവിക്കുന്നു. അപ്പോൾ നമുക്ക് മോഡേൺ മെഡിസിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ചികിത്സാ രീതികൾ മാറ്റേണ്ട സമയമായി. ഇതൊക്കെ നമ്മൾ പണ്ട് കണ്ടുപിടിച്ച പേവിഷബാധയുടെ വാക്സിൻ എടുത്തിട്ട് കുട്ടികൾ മരണപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനും പണ്ട് കണ്ടുപിടിച്ചാണ്. അതിന് മാറ്റം വരേണ്ട സമയം. എന്തായാലും കാര്യവട്ട യൂണിവേഴ്സിറ്റി പോലുള്ള ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ മെഡിസിൻ്റെ സെപ്പറേഷനൊക്കെ നടക്കുന്നത്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ വിജയിച്ച് മുന്നോട്ട് വന്നാൽ നമുക്കെല്ലാം നല്ലതായിരിക്കും. എന്തായാലും ഇത് നിസ്സാരമായിട്ട് കാണാതിരിക്കുക. അണലി വേണ്ട, ഇത് ഒരിക്കലും നിങ്ങൾ അണലി ഇങ്ങനെ പതുങ്ങി കിടക്കുന്നു എന്ന് പറഞ്ഞ് അവൻ സൈലൻ്റ് ആണെന്ന് വിചാരിക്കരുത്. അപകടമാണ്, അപകടകാരിയാണ്. അപ്പോൾ നമ്മൾ എന്തായാലും ഇദ്ദേഹത്തിനെ ബോട്ടിലാക്കണം. ഒരുപാട് കോളുകൾ വെയിറ്റിങ്ങിലുണ്ട്. വേണ്ട വാല് പൊക്കി വെച്ചിങ്ങനെ നോക്കിയാൽ വാലിങ്ങനെ നോക്കിയാൽ ഇത് വേണ്ട. ഈ വാലിങ്ങനെ ഇരിക്കേണ്ടത് മരിച്ചു കിടക്കണത് വേണ്ട, മരിച്ചു കിടക്കണത് വാല് താത്തു വേണ്ട. ഇത് നിങ്ങളാരും കയ്യിലെടുക്കരുത്. നമ്മൾ ഇത്രയും ചെറുതായതുകൊണ്ട് കടിച്ച ഒരു അപകടമില്ലാത്തതുകൊണ്ട് നമ്മളിവനെ കയ്യിലെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ മുമ്പൊക്കെ നമ്മൾ പ്രോഗ്രാമിൽ നമ്മുടെ വീട്ടിലൊക്കെ മുട്ട വിരിക്കാൻ നമ്മളിങ്ങനെ ഇതിനെ എടുത്ത് എന്താ പറയുക, കൈ കൊണ്ടിങ്ങനെ നത്തോലി മീൻ വാരി പോലെ ഇങ്ങനെ വാരി എടുക്കുമായിരുന്നു മുമ്പൊക്കെ അല്ലേ. അപ്പോൾ അങ്ങനെയായിരുന്നു. ഇത് കണ്ടോ ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുട്ടൻ, ഏകദേശം 10 ദിവസത്തോളം മാത്രം പ്രായം വരുന്ന അതിഥി. ഒരു കാരണവശാലും നിങ്ങൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക ഇതിനെ. നടുക്കൊരു ആ വയറ്റിനോട് പള്ളയിലൊരു പാട് കണ്ടോ, ചെറിയൊരു പാട്. അത് പക്ഷികൾ എന്തോ എടുത്തിട്ടുണ്ട്. കാക്ക കൊട്ടി എടുത്തിട്ടുണ്ട്. പക്ഷേ കാക്ക കൊട്ടി കഴിഞ്ഞാൽ നല്ല മുറിവുണ്ടാകും. കാരണം അവൻ്റെ കട്ടിയുള്ള ചുണ്ടാണ്. അവന് വിവരമില്ലല്ലോ. ചപ്പൊക്കെ ചവിട്ടി ഇങ്ങനെ തൂത്ത് തറയിൽ അടിക്കുന്നില്ല, ചപ്പൊക്കെ കിണ്ടി എടുക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിന് എന്തായാലും മുറുക്കൻ അദ്ദേഹം ബോട്ടിലാക്കി. അപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിനെ ഫീമെയിൽ അണലി അതിഥിയാണ്, ചേനത്തണ്ടൻ ഒട്ടക്കൂറ. ഇതുണ്ട പെണ്ണിനെയാണെങ്കിൽ തിരിച്ചറിയാൻ ഒറ്റ മാർഗ്ഗം കണ്ടത്. ഇതുണ്ട വാലിൻ്റെ അറ്റം കണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങനെ നീളം കുറവായിരിക്കും, ഈ ഭാഗം ഇങ്ങനെ പരന്നിരിക്കും. ഇതുണ്ട ചുണ്ട് കൂർത്തിരിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ആണും പെണ്ണും. നമ്മൾ ഞങ്ങളെപ്പോലുള്ളവർ, എന്നെപ്പോലുള്ളവർ, എന്നെക്കാളും പാണ്ഡിത്യമുള്ള ഒരുപാട് പാമ്പിനെ പിടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ 10-50 വർഷമൊക്കെ പഴക്കമുള്ള ആൾക്കാർ. നമ്മുടെ ഷംഷുക്കായിരുന്നാലും ബൈജുമാഷായിരുന്നാലും അതുപോലെ ഒരുപാട് ഒട്ടനവധി പേര്, മരിച്ചുപോയ സ്റ്റീവൻ, അതുപോലെ നമ്മുടെ കാസർഗോഡ് മോഹനൻ, അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. പറഞ്ഞാൽ പേര് തീരത്തില്ല. അപ്പം നമ്മുടെ വേലാഞ്ചേട്ടനൊക്കെ പറഞ്ഞ പാമ്പുകളെ പല സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ പെർമിഷനോട് സർക്കാരിൻ്റെ കീഴിൽ സർപ്പയജ്ഞങ്ങൾ നടത്തിയിട്ടുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ 14 ജില്ലകളിൽ നിന്ന് കളക്ട് ചെയ്തുകൊണ്ടുവന്ന് ആയിരക്കണക്കിന് പാമ്പുകളെ കൊണ്ടിട്ട് തേളുകളൊക്കെ കൊണ്ടിട്ട് ഇത് ചെയ്തിട്ടുള്ള ആളാണ് നമ്മുടെ വേലാഞ്ചേട്ടൻ. അതുപോലെ നമ്മുടെ പാർത്ഥസാരഥി. അതുപോലെ എനിക്ക് നമ്മുടെ കേരളത്തിൽ അവസാനമായി സർവേയജ്ഞം നടത്തി അല്ലെങ്കിൽ പ്രദർശനം നടത്തിയ ഒറ്റ ആളെ ഉണ്ടായിരുന്നുള്ളൂ. നമ്മുടെ സർക്കാരിൻ്റെ കീഴിൽ തന്നെ കണ്ണൂരുകാരനായ ഈ അടുത്ത കാലത്ത് സൂയിസൈഡ് ചെയ്ത, തൂങ്ങി മരണപ്പെട്ട എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം നമ്മുടെ VJT ഹാളിൽ പ്രേംചന്ദ് ഒരു ആയിരക്കണക്കിന് പാമ്പുകൾ ഞാൻ ആരാധനയോടെ പോയി നോക്കിയിട്ടുണ്ട് ഒരുപാട് കാലം. അതായത് ഞാനൊക്കെ ഫീൽഡിൽ വരുന്ന സമയത്ത് അപ്പോൾ അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം രാജവും പാലയൊക്കെ കൊണ്ടുവന്ന്, അതുപോലെ മൂർഖനെയാണെങ്കിൽ വലിയ അണലികളൊക്കെ കൊണ്ടുവന്നാണ് ക്ലാസ് ചെയ്തിരുന്നത്. അവിടെ വെച്ചാണ് അദ്ദേഹത്തിന് കടി കിട്ടിയപ്പോൾ ആ പ്രോഗ്രാം ഫ്ലോപ്പ് ആവുന്നു. അണലിയുടെ കടി കിട്ടി അദ്ദേഹം 1.5 മാസം ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ കോളേജിലുണ്ട്. ആ പരിപാടി അതോടെയാണ് ഡിമ്മായി പോയത്. അപ്പോൾ എന്തായാലും നമ്മൾ സമയം കളയുന്നില്ല. ചേട്ടാ ഇതിങ്ങേരാമോ കുപ്പി. കയറി വരൂ എന്നും പറഞ്ഞ് നിങ്ങളാരും ഇങ്ങനെ കൊണ്ട് വെച്ചു കൊടുക്കരുത്.
കയറുന്നില്ല. ചിലപ്പോൾ മാത്രം വയ്യെങ്കിൽ മാത്രം, ചിലപ്പോൾ വല്ല വയ്യായി കൊണ്ടെങ്കിൽ മാത്രം കയറും. ഇപ്പോൾ കുപ്പിയിൽ നമ്മളാക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, ചെറുതല്ലേ, കുപ്പിയാണ് സേഫ് യഥാർത്ഥം പറഞ്ഞാൽ. ഇപ്പം നമുക്കറിയാം ഈ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് വണ്ടൂർ ഒരു പാമ്പിനെ പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരന് മൂർഖൻ്റെ കടി ചാക്കിൽ കൂടെ കിട്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ. അപ്പം നമുക്ക് ടോട്ടലി പാമ്പ് സംരക്ഷകർക്ക് ഈ 2022 മുതൽ ഇങ്ങോട്ട് 120 പേർക്ക്, അതായത് അറിയപ്പെടുന്ന ആൾക്കാർക്ക്, അറിയപ്പെടാതെ ഒത്തിരി പേർ കടിയിട്ടുണ്ട്, 120ഓളം പേർക്ക് കടി കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് എല്ലാവരും ട്രീറ്റ്മെൻറ്റ് എടുത്ത് ആർക്കും അപകടമൊന്നും ഉണ്ടായില്ല. തിരുവനന്തപുരത്ത് നമ്മുടെ ഷിബു കിള്ളിപ്പാലം മാത്രമാണ് പാമ്പ് കടിയേറ്റ് ഇപ്പോൾ ഈ അടുത്ത 2022 ഇപ്പുറം മരണപ്പെട്ടത്. കണ്ടല്ലോ, ചെറിയ മൂർഖൻ അതിഥി, 10 ദിവസം മാത്രം പ്രായം വരുന്ന അതിഥി. ഇദ്ദേഹത്തിന് നമുക്ക് ഹോൾ ഇടണം. ഏകദേശം ഒരു 4 വയസ്സിനടുത്ത് പ്രായം വരുന്ന പ്രസവിച്ചതിന് ശേഷം ഭക്ഷണം തേടിയോ വെള്ളം കുടിക്കാനോ വേണ്ടി, ഇത്രയും ചൂടത്ത് വെള്ളം കുടിക്കാനോ മറ്റും വന്ന അണലി അതിഥി, മൂർഖൻ അതിഥി. എന്തായാലും വളരെ സന്തോഷമുണ്ട് നമ്മുടെ ഈ യാത്ര. വ്യത്യസ്തമായ അതിഥികളെ തേടിയുള്ള യാത്ര. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലാണ് ഇരുന്നെങ്കിലും ഞാൻ നോക്കൂലായിരുന്നു. ഈ കുഞ്ഞൻ അണലി ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ ചീറ്റുന്ന, അണലിയുടെ ചീറ്റ് നമുക്കറിയില്ല, ഇങ്ങനെയായിരിക്കും. ഇതല്ല, ഇങ്ങനെ ചീറ്റിൽ സൗണ്ട് ഇടും. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ ചെറിയ ഇത് നനഞ്ഞിട്ട് ഞാൻ അനക്കുമ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുന്ന സൗണ്ടാണെന്ന് വിചാരിച്ചു. പിന്നെ ആണെങ്കിൽ അവിടെ തലയും കൊണ്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ വെട്ടി വലിയുന്നുണ്ടപ്പോൾ എനിക്കൊരു സംശയം. അങ്ങനെയാണ് നമ്മൾ ആ ചെറിയ മൂർഖനെ നമുക്ക് കണ്ടത്. പക്ഷേ ഇതിനകത്താണ് ഇതിനെ നമ്മളിതിനെ നോക്കൂല, ഗ്യാസ് കുറ്റി ഇങ്ങോട്ട് മാറ്റി വെക്കും, ഇദ്ദേഹത്തിന് എടുക്കും, അങ്ങ് പോകാൻ. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മുടെ സ്നേക് മാസ്റ്റർ ടീമിൻ്റെ ഇന്നത്തെ ആദ്യത്തെ വ്യത്യസ്തമായ അനുഭവങ്ങൾ തേടിയുള്ള യാത്രയിൽ വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്കിന്ന് പങ്കുവെക്കാൻ കഴിഞ്ഞു, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ കഴിഞ്ഞു. അത് നമ്മുടെ കോരാണിക്കടുത്ത് പുകയിലത്തൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ടൂറിസത്തിൽ ജോലി ചെയ്യുന്ന നമ്മുടെ മനു അവറുകളുടെ വീട്ടിലാണ് നമ്മളിന്ന് 2 അതിഥികൾ നമുക്ക് കിട്ടിയത്. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. ഇന്നത്തെ നമ്മുടെ യാത്രാ വിശേഷം അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു മൂർഖൻ അതിഥിയും അണലി അതിഥിയും പിടികൂടിയ വിശേഷം നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി, പുതിയ സംഭവങ്ങളുമായി, പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുപോലെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ 3 പേരുടെ നന്ദി. നമസ്തേ.